ചില കാര്യങ്ങൾ ഇങ്ങനെ നടന്നു എന്ന് പറഞ്ഞാൽ പോലും ആരും അത് വിശ്വസിക്കാൻ തയ്യാറാകില്ല. കാരണം നടന്നതായി പറയപ്പെടുന്ന ആ ഒരു കാര്യം കേൾക്കാൻ കള്ളം പോലെ തോന്നിയേക്കാം. പക്ഷേ നമ്മുടെ ചാനൽ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ട്രൂത്ത് ഈസ് ഓൾവേസ് സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ. കേൾക്കാൻ ഒരു കള്ളം പോലെ തോന്നുന്ന, ഒരല്പം പോലും വിശ്വസിക്കാനാകാത്ത കാര്യം, എന്നാൽ യഥാർത്ഥത്തിൽ നടന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഓഗസ്റ്റ് 15 നിവേഡ. 41 വയസ്സുള്ള റോൺ ഹണ്ട് എന്നയാൾ കൺസ്ട്രക്ഷൻ വർക്കറായി ജോലി ചെയ്യുകയാണ്. അയാൾ ഒരു വെറ്ററനാണ്. വെറ്ററൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇതിനു മുൻപ് ആർമഡ് ഫോഴ്സസിൽ ജോലി ചെയ്ത ഒരു വ്യക്തി. അതായത് ആ നാടിന്റെ യുദ്ധസമയത്ത് എയർഫോഴ്സിലോ നേവിയിലോ മിലിറ്ററിയിലോ ഇങ്ങനെ എവിടെയെങ്കിലും ജോലി ചെയ്ത ഒരു വ്യക്തി ആയിരിക്കണം. ഇവരെയാണ് വെറ്ററൻസ് എന്ന് പറയുന്നത്. ഇവർ യുദ്ധ വിദഗ്ധരായിരിക്കും. ഇങ്ങനെ ആർമഡ് ഫോഴ്സിൽ നിന്നും ഇവർ വിരമിച്ചതിന് ശേഷം ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ, യാതൊരു വിവേചനമില്ലാതെ ഇവർക്ക് എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാനുള്ള അധികാരവും അവകാശവും ഉണ്ടാവും. ഇവർക്ക് കുറഞ്ഞ ശമ്പളം കൊടുക്കുക, ജോലിയിൽ നിന്ന് പറഞ്ഞയക്കുക, ഇവരോട് ബഹുമാനമില്ലാതെ പെരുമാറുക, ഇങ്ങനെ ഒന്നും ഇവരെ ചെയ്യാൻ പാടില്ല, ചെയ്യാനും പറ്റില്ല. ഇങ്ങനെ ഒരു വ്യക്തിയാണ് 41 വയസ്സുള്ള റോൺ ഹണ്ട്. ഇയാൾ നിവേഡയിലുള്ള റെനോ എന്ന സിറ്റിയിൽ ഒരു വീട് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ജോലിയിലായിരുന്നു. അവിടെയെല്ലാം മരങ്ങൾ കൊണ്ട് പണിയുന്ന വീടായതുകൊണ്ട് ഇയാളും അങ്ങനെ ഒരു വലിയ മരം കൊണ്ടുള്ള വീട് പണിയുന്ന ജോലിക്കാണ് പോയത്. അയാളുടെ ജോലി എന്തെന്ന് ചോദിച്ചാൽ ആ വീട്ടിലുള്ള ഒരു മുറിയിൽ സീലിംഗിൽ ചില വലിയ ദ്വാരമിടണം എന്നുള്ളതാണ്. ഇപ്പോൾ ആ ജോലി സ്ഥലത്ത് പോയ ഉടനെ അയാളുടെ ട്രക്കിൽ നിന്നും 6 അടി ഉയരമുള്ള ലാഡർ ഏണി എടുക്കുന്നു. കൂടെ തന്നെ ദ്വാരമിടേണ്ട ഡ്രില്ലെടുത്തിട്ട് ആ മുറിയിലേക്ക് നടന്നു പോകുന്നു. ആ മുറിയിലേക്ക് പോയ ഉടനെ ആ ഏണിയും മുറിയുടെ നടുവിലായി വെച്ചിട്ട് എടുത്തുകൊണ്ടുവന്ന ഡ്രിൽ കയ്യിൽ വെച്ച് 1-2 തവണ അത് ഓൺ ചെയ്ത് നോക്കുന്നു. ഡ്രില്ല് നന്നായി വർക്കാവുന്നുണ്ട്. ഇപ്പോൾ അതോടുകൂടി ആ ഏണിയിൽ കയറാനും തുടങ്ങി. മുഴുവനായും ആ ഏണിയിൽ കയറിയില്ല, ഏണിയിലെ ചില പടികൾ മാത്രം കയറി. എന്നിട്ട് മുകളിലുള്ള സീലിംഗിൽ ദ്വാരമിടാൻ തുടങ്ങി. ആദ്യം ആ ദ്വാരമിടുന്നതിന് വളരെ പ്രയാസമൊന്നുമില്ല, എളുപ്പമായിരുന്നു. പക്ഷെ അവിടെ അവസാനിച്ചിട്ട് വീണ്ടും താഴെ ഇറങ്ങി ആ മുറിയുടെ മറ്റൊരു ഭാഗത്ത് ഏണി എടുത്തു വെച്ചു. അവിടെ വീണ്ടും പടി കയറാൻ തുടങ്ങി, ദ്വാരമിടാൻ ശ്രമിക്കുന്നു. പക്ഷേ ഡ്രിൽ അതിനുള്ളിലേക്ക് കയറുന്നില്ല. അങ്ങനെ ഡ്രിൽ അകത്തേക്ക് പോയില്ല എന്ന് കണ്ടതും അയാളിപ്പോൾ ചിന്തിക്കാൻ തുടങ്ങി. മുകളിൽ സീലിംഗിൽ ഈ ഡ്രില്ല് തടഞ്ഞു വെക്കാനായി തടിയല്ലാതെ മറ്റൊന്നുമില്ല. അങ്ങനെയുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഈ ദ്വാരമിടാൻ സാധിക്കാത്തത്? അങ്ങനെയാണെങ്കിൽ ഒന്ന് നന്നായി പുഷ് ചെയ്ത് വിട്ടാൽ ഒരു പക്ഷേ ഡ്രിൽ അകത്തേക്ക് പോകുമായിരിക്കും എന്ന് ചിന്തിച്ചിട്ട് ഡ്രില്ലിന്റെ ബാക്ക് സൈഡിൽ കൈ ഉപയോഗിച്ച് വയ്ക്കുകയും നല്ല രീതിക്ക് അമർത്താൻ തുടങ്ങി, പുഷ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ അയാൾ ചെയ്തത് ആ ഏണിയുടെ നടുവിലായി നിൽക്കാതെ കുറച്ചുകൂടെ മുകളിലേക്ക് കയറി. ആ ഏണിയുടെ ഏറ്റവും മുകളിലുള്ള പടിയിൽ കാലുവെച്ച് നിൽക്കാൻ തുടങ്ങി. ഏതൊരു ഏണിയിലും അതാണ് വളരെ അപകടകരമായ സ്ഥലം. ആ ഏണിയുടെ ഏറ്റവും മുകളിലെ പടിയിൽ നിന്ന് അവിടെ നിന്ന് ആ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് വളരെ അമർത്തി ഫോഴ്സ് ചെയ്ത് ആ സീലിംഗിൽ ദ്വാരമിടാൻ ശ്രമിച്ചു. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഡ്രില്ല് അകത്തേക്ക് പോകുന്നത് പോലെ അയാൾക്ക് തോന്നി. പക്ഷെ അയാൾ പോലും അറിയാതെ ആ ഡ്രില്ലിംഗ് മെഷീനിൽ സമ്മർദ്ദം ചെലുത്തുമ്പോൾ അയാളുടെ കാലും അതേസമയം സമ്മർദ്ദം ആ ഏണിയിലേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ അയാൾ അങ്ങനെ ശക്തമായി അമർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഏണി സ്ലിപ്പായി താഴെ വീഴുന്നു. താൻ താഴെ വീഴാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കിയതും പെട്ടെന്ന് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഡ്രില്ലിനെ അത് താഴേക്ക് വലിച്ചെറിഞ്ഞു. ഇത് ജോലിക്കിടയിലെ വളരെ സാധാരണമായ കാര്യമാണ്. എപ്പോഴെങ്കിലും താഴേക്ക് വീഴുന്നത് പോലുള്ള ഒരു അവസരമുണ്ടായാൽ ആദ്യം കയ്യിലുള്ള ആ അപകടകരമായ വസ്തുവെടുത്ത് ദൂരെ എറിയണമെന്നുള്ളത് ഇതുപോലുള്ള ജോലികളിലൊക്കെ ചെയ്യുന്ന സാധാരണ ഒരു പ്രാക്ടീസാണ്. എന്നാൽ ഇവിടെ അങ്ങനെ തൂക്കി എറിയാനായി വിചാരിച്ച ആ വസ്തു നല്ല രീതിയിൽ ചെന്ന് വീണില്ല. താഴെ വീണ ഡ്രിൽ അയാൾക്ക് നേരെ തന്നെ താഴെ വീണു. അതും അതിന്റെ ബാക്ക് സൈഡ് താഴെയും അതിന്റെ ഫ്രണ്ട് സൈഡ്, അതായത് ആ ഡ്രില്ലിന്റെ പിറ്റ് മുകളിലുള്ളതുപോലെയും അങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് ലാഡറിൽ നിന്നും താഴേക്ക് വീണ റോൺ അയാളുടെ മുഖം താഴേക്ക് വീഴുന്നത് പോലെ, കമിഴ്ന്ന് കിടക്കുന്നത് പോലെയായിരുന്നു അയാൾ വീണത്. അങ്ങനെ കമിഴ്ന്ന് വീണ അയാളുടെ വലത് കണ്ണ് നേരെ കറക്റ്റ് ആ ഡ്രില്ലിന്റെ പിറ്റിലേക്കായിരുന്നു ചെന്ന് വീണത്. ഉടൻ തന്നെ ആ 18 ഇഞ്ച് നീളമുള്ള 1.5 അടി നീളമുള്ള 4 സെന്റിമീറ്റർ അകലമുള്ള ഡ്രിൽ പിറ്റ് അയാളുടെ വലത് കണ്ണുവഴി തലയ്ക്കുള്ളിലേക്ക് കയറുകയും പുറം തല പൊളിച്ച് പുറത്തേക്ക് വരികയും ചെയ്തു. റോണിപ്പോൾ താഴേക്ക് വീണ ഉടനെ അയാൾക്ക് ബോധമൊന്നും നഷ്ടമായില്ല, സ്വബോധമുണ്ടായിരുന്നു. ഉടൻ തന്നെ തന്റെ കൈയെടുത്ത് കവിളിൽ വെച്ച് നോക്കി. ആ ഡ്രിൽ പിറ്റ് കണ്ണിലേക്ക് പോയി എന്നുള്ളത് അയാൾക്ക് നന്നായി മനസ്സിലായി. ഈ സമയം അയാൾ തന്റെ കൈയെടുത്ത് പുറകിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. ആ ഡ്രിൽ പിറ്റ് തലയ്ക്ക് പുറകിലൂടെ പുറത്തേക്ക് വന്നു എന്നുള്ളതും അയാൾക്ക് മനസ്സിലായി. ഉടൻ തന്നെ റോൺ ഭയങ്കരമായ രീതിയിൽ നിലവിളിക്കാൻ തുടങ്ങി. ആ കൺസ്ട്രക്ഷൻ സൈറ്റിൽ അവിടെ ഒരേ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാളും കുറച്ചു ദൂരം മാറിയായിരുന്നു ഉണ്ടായിരുന്നത്.
പക്ഷെ റോണിന്റെ ഈ ഒരു ബഹളം കേട്ട ഉടനെ അയാൾ ഓടി വന്നു. അങ്ങനെ അയാൾ വന്ന് നോക്കുന്ന സമയത്ത് റോൺ ആ ഡ്രില്ലിംഗ് മെഷീനെ തന്റെ 2 കൈകൾ കൊണ്ട് പിടിച്ച് അങ്ങനെ നിൽക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. എന്നിട്ട് ആ ഡ്രില്ലിന്റെ പിറ്റ് തന്റെ കണ്ണിനുള്ളിലേക്ക് കയറി പോയിട്ടുണ്ട് എന്നുള്ളത് അയാൾക്ക് കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് പതുക്കെ അയാളുടെ തല തിരിച്ചു കാണിച്ചു കൊടുക്കുന്നു. അപ്പോഴാണ് ആ ഡ്രിൽ പിറ്റ് അയാളുടെ പുറം തലവഴി പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതും ആ വന്നയാൾക്ക് മനസ്സിലായത്. ഇത് കണ്ട ഉടനെ ആ ജോലിക്കാരന് വിശ്വസിക്കാൻ സാധിച്ചില്ല. എങ്ങനെ റോൺ ഇപ്പോൾ വരെയും ജീവനോടിരിക്കുന്നുവെന്ന് വിശ്വസിക്കാൻ സാധിച്ചില്ല. വല്ലാത്ത ഭയവും എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയായിരുന്നു. പെട്ടെന്ന് തന്നെ റോണിന്റെ അടുത്തേക്ക് വന്ന് തലയിൽ നിന്ന് വരുന്ന രക്തം കുറയ്ക്കാൻ ശ്രമിക്കുന്നു. ഒരു തുണിയെടുത്ത് മൂടുന്നു. പക്ഷേ രക്തം നിലയ്ക്കുന്നില്ല. ഉടൻ തന്നെ അടുത്തുള്ള ലാൻഡ് ലൈൻ ഉപയോഗിച്ച് പാരാമെഡിക് ടീമിന് കോൾ ചെയ്തു. അല്പസമയത്തിൽ അവരെത്തി. പാരാമെഡിക്സ് ടീം അവിടെ നിന്ന് നോക്കുമ്പോൾ റോണിന്റെ അവസ്ഥ കണ്ട് അവർ തന്നെ ഞെട്ടുകയാണ്. ഇപ്പോൾ റോൺ ആ ഡ്രില്ലിനെ കയ്യിൽ പിടിച്ചതുപോലെ അവിടെ ഇരിക്കുകയാണ്. ഇപ്പോൾ പാരാമെഡിക്സ് ടീം റോണിന്റെ അടുത്ത് ചെന്ന് ആദ്യം ആ ഡ്രില്ലിന്റെ ബേസ് ഡിറ്റാച്ച് ചെയ്യുന്നു. ഇങ്ങനെ ഊരിയതിനു ശേഷം അയാളുടെ മുഖത്തുണ്ടായിരുന്നത് ആ ഒരു 45 സെന്റിമീറ്റർ നീളമുള്ള പിറ്റ് മാത്രമായിരുന്നു. ഉടൻ തന്നെ അയാളെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്നാൽ അവിടെ പരിശോധിച്ചിട്ട് ഇവിടെ സാധിക്കില്ല, ഇതിനേക്കാളും വലിയ ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണമെന്ന് പറയുന്നു. അങ്ങനെ മറ്റൊരു വലിയ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ പോയ ഉടനെ ഡോക്ടേഴ്സിന് പോലും ആ കാഴ്ച കണ്ട് വിശ്വസിക്കാനായില്ല. ആദ്യം എന്ത് ചെയ്യണമെന്ന് പോലും മനസ്സിലായില്ല. ഇതിനുശേഷം സ്കാൻ, എക്സ്റേ എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ഈ ഡ്രിൽ പിറ്റിനെ അതുപോലെ അൺസ്ക്രൂ ചെയ്ത് പുറത്തേക്ക് എടുക്കുക എന്നതല്ലാതെ മറ്റു മാർഗമില്ല എന്ന് മനസ്സിലായി. ഇപ്പോൾ ആ 1.5 അടി നീളമുള്ള ആ ഡ്രില്ലിനെ പതിയെ തിരുകി അങ്ങനെ പുറത്തേക്ക് എടുക്കുന്നു. ഇപ്പോൾ റോണിന് വളരെ ഹൈ ഡോസേജ് പെയിൻ കില്ലേഴ്സ് കൊടുത്തിരുന്നു. റോൺ അവിടെയുള്ള നഴ്സസിനോട് നിങ്ങളൊന്ന് ഫോട്ടോ എടുക്കാമോ എന്ന് വളരെ തമാശ രൂപത്തിൽ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡ്രിൽ പിറ്റും പുറത്തേക്ക് എടുത്തു. അത്ഭുതകരമായി റോണിന് ജീവൻ തിരികെ കിട്ടി. അയാളുടെ കൈകാലുകൾ എന്തെങ്കിലും പാരലൈസ് ആയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു. പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഫോട്ടോയിലുള്ളത് റോണാണ്. അപകടം സംഭവിച്ചപ്പോൾ ഉണ്ടായിരുന്നതുപോലെ അതുപോലൊരു ഡ്രിൽ മെഷീൻ കയ്യിൽ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോയ്ക്ക് പോസ് കൊടുത്ത് നിൽക്കുന്നതാണ് കാണുന്നത്. റോണിന്റെ തന്റെ വലത് കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടമായി. ഡോക്ടേഴ്സ് പറഞ്ഞത് ഇക്കാരണത്താൽ റോൺ മരിച്ചു പോകാത്തതിന് കാരണം ആ ഡ്രിൽ റോണിന്റെ കണ്ണിലൂടെ കയറി തലയ്ക്കുള്ളിലേക്ക് കയറുമ്പോൾ ആ ഡ്രിൽ പിറ്റ് തലച്ചോറിനെ ടച്ച് ചെയ്തിട്ടില്ലായിരുന്നു. തലച്ചോറിലൂടെ തുളച്ച് കയറിയിട്ടില്ലായിരുന്നു. പകരം ആ തലച്ചോറിനെ ചെറുതായൊന്ന് സൈഡിലേക്ക് മാറ്റി സ്ലിപ്പായാണ് പോയത്. ആ തലച്ചോറിനെ ക്രോസ് ചെയ്താണ് പോയത്. അങ്ങനെയാണ് പുറകിലൂടെ അത് വന്നത്. അതല്ല, ആ പിറ്റ് തലച്ചോറിലേക്ക് കയറിയെന്നുണ്ടെങ്കിൽ ആ സെക്കൻഡ് തന്നെ റോൺ മരിക്കുമായിരുന്നു. പല കോടിയിൽ ഒരു ചാൻസ് ആണ് ഇപ്പോൾ റോണിന് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ചിത്രമാണ് അയാൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ എടുത്ത എക്സ്റേ. ട്രൂത്ത് ഈസ് ഓൾവേസ് സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ എന്ന് പറയും. അത് എത്രത്തോളം സത്യമാണെന്നുള്ളത് ഈ ഒരു കഥയിലൂടെ, സംഭവത്തിലൂടെ മനസ്സിലായിട്ടുണ്ടാകും. ഈ ഒരു സംഭവം നിങ്ങൾക്ക് സത്യത്തിൽ വിശ്വസിക്കാനാകുന്നുണ്ടോ? എന്നാൽ ഇതാണ് സത്യം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.